Good morning, Bangalore. You're listening to 91.9, the radio station for a fun young Bangalore. എന്റെ കൃഷ്ണ 9:30യോ? ഇവൾ എഴുന്നേക്കുന്നൊന്നുമില്ലേ? ഇങ്ങനൊരു ഉറക്കപ്രാന്തി ഇവക്ക് ഇന്നല്ലേ ദൈവമേ സാറിനെ പോയി കാണേണ്ടത്. സോനാരേ! അറ്റ് ദ സെയിം ടൈം ഇതൊന്നും അറിയാതെ ഉറക്കത്തെ മാത്രം പ്രണയിച്ച നമ്മുടെ നായിക ദാ കിടന്നുറങ്ങുന്നു. ഇനി അവര് തമ്മിലൊക്കെ തീർത്തോളൂ. എന്ത് ശാന്തമായ ഉറക്കം! കിടന്നുറങ്ങുന്ന കണ്ടില്ലേ ഭൂദേവി? എണീക്കടി, നിനക്കല്ലേടി ഇന്ന് സാറിനെ കാണാൻ പോകേണ്ടത്. എവിടെ വല്ല കുലുക്കോ ഉണ്ടോന്ന് നോക്കവക്ക്. ദേ പെണ്ണെ, എഴുന്നേറ്റില്ലെങ്കിൽ ചവിട്ടി ഞാൻ തറയിലിടും. ഇങ്ങനെ ഉണ്ടോ ഒരു ഉറക്കപ്രാന്ത്? എഴുന്നേക്കടി. ഓ, അങ്ങയുടെ മിഴിവാർന്ന മിഴികൾ തുറന്നല്ലോ. ഇന്നലെ രാത്രിയിലത്തെ നിദ്രയൊക്കെ സുഖമായിരുന്നു എന്ന് അടിയങ്ങൾ വിശ്വസിച്ചോട്ടെ. നീ ഈ കൊച്ചുവെളുപ്പം കാലത്ത് ഒരുങ്ങി കിട്ടി എങ്ങോട്ടാടി? നിനക്ക് വല്ല നാടകത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയോ? രാവിലെ എന്റെ മുമ്പിൽ വന്നിന്ന് പ്രസംഗിക്കുന്നു. നീ പോയേ, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റോളാം. കൊച്ചുവെളുപ്പം കാലോ? നീ ആ ക്ലോക്കിലോട്ടൊന്ന് നോക്കടി. 5 മിനിറ്റ് പോയിട്ട് 5 സെക്കൻഡിന് നീ കടന്ന. നേരത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി ഞാൻ നിന്നെ ചവിട്ടിയായിരിക്കും തറയിലിടുന്നത്. എഴുന്നേറ്റ് പോയി ഒരുങ്ങടി. അയ്യോ, 9:45. ചെടി സാമദ്രോഹി, നിനക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചുണർത്തിയാൽ എന്താ? ഇന്നും അയാളുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണമല്ലോ കർത്താവേ. എന്റെ നാവും കയ്യിൽ തരിച്ചു വരുന്നുണ്ട്. മോന്തക്കരണം തന്നോണ്ടല്ലേ നിന്ന് കവലപ്രസംഗം നടത്താതെ പോയി ഒരുങ്ങടി. 10:20 സമയം തന്നേക്കുന്നത്. ഞാൻ ആദ്യയുടെ കൂടെ പൊക്കോളാം. വണ്ടിയുടെ കീ ഞാൻ ഇവിടെ വെച്ചേക്കാം. എന്നെങ്കിലും പോയിട്ട് കാര്യം സാധിച്ചുകൊണ്ട് വരണേ. അങ്ങേരോട് തട്ടിക്കേറാൻ നിൽക്കരുത്. അങ്ങേര് സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ നിനക്ക് അവിടെ തുടരാൻ പറ്റത്തുള്ളൂ. പ്ലീസ്, അങ്ങേരൊന്ന് പറയുമ്പോൾ നീ 10 പറഞ്ഞുകൊണ്ട് തിരിച്ച് നിൽക്കരുത്. ദേ, അങ്ങേരൊരു കോഴിയാണെന്ന് നിനക്കറിയാലോ. അതിനൊത്തൊന്ന് നിന്ന് കൊടുത്തേക്കണേ. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അങ്ങേരെ ഒന്ന് പറയുമ്പോൾ നീ അങ്ങേരെ മണ്ടേ കയറി അടുത്തത് പറയാൻ നിൽക്കരുത്. കഷ്ടം കിട്ടും അവസ്ഥയാ. നിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിന്റെ അടുത്ത് പറയുന്നത്. പ്ലീസ്. അപ്പം ഞാൻ പോവുകയാണ്. പെട്ടെന്നൊരുങ്ങി പോയിട്ട് വാ. പിന്നെ അയാളുടെ കോഴിത്തരം കൊണ്ട് എൻ്റെ അടുത്തോട്ടം കാണാൻ വന്നാൽ എൻ്റെ വായി വരുന്നില്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നു. അയാളുടെ ഒരു ജോലി, അയാളുടെ സൈൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ ജോലി ചെയ്യത്തില്ല. നീ ഓടി. സൂപ്പർ. അങ്ങനാണെങ്കിലേ
തിരിച്ചു വരുമ്പോ ആ സൈൻ കയ്യിൽ ഇല്ല എങ്കിൽ വരുന്ന വഴിക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ട് വാ നാട്ടിലേക്ക്. നിനക്ക് ആ പൊട്ടൻ്റെ കൂടെ നിൽക്കാൻ അടി വിധി. പോടി. എന്റെ പൊന്നളിയ, ദയവ് ചെയ്ത് നീ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. എടി, ലെവന്റെ കൂടെ നീ ഒരിക്കലും ചേരാൻ പോകുന്നില്ല. ആങ്ങളെയൊക്കെയാണ് ശരി തന്നെ. ആ പൊട്ടന് നീ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അടിച്ച് തീരത്തതേ ഉള്ളൂ. അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. നീ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ആ ഓഫീസ് റൂമിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു കവള് വെള്ളം വായിൽ വെച്ചിട്ടങ്ങ് കയറും. അയാൾ എന്ത് പറഞ്ഞാലും ഇളിച്ചുകൊണ്ടങ്ങ് നിന്നാ മതി. നീ മറുപടി ഒന്നും പറയണ്ട. അയാൾ ഒപ്പിട്ട് തന്നതിന് ശേഷം നീ അയാളെ എന്ത് വേണോ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നളി, നീ ഒന്ന് മനസ്സിലാക്ക്. ആലോചിക്കാം. നീ ഇപ്പൊ പാ നോക്കേ. വെയിറ്റ്, പിന്നെ ആദ്യം നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ, നിന്റെ ലുട്ടാപ്പീനെ. അവനും ഇപ്പൊ എന്നെ പോലെ ഉറക്കം പോലും എഴുന്നേറ്റ് കാണത്തില്ല. അവനെയും കൂടെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചിട്ട് നീ കൊണ്ടുപോക്കോ. ഇതിന്റെ ബാക്കി എന്റെ പൊന്നു കല്യാണം ഒരു ദിവസം രാത്രി നിങ്ങൾ എന്നെ കൊണ്ടുപോകും. ഞാൻ ഇറങ്ങി വരാം നിങ്ങളുടെ കൂടെ. എനിക്ക് വയ്യ. ആഹാ ശുഭ, അവള് നീലിയെ സ്മരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഹലോ ചിപ്പു, ഞാൻ അഖിൽ. മാറ്റമൊന്നുമില്ല. പതിവ് പോലെ ഇച്ചായൻ തന്നെ ഫോൺ എടുത്തത്. ദേ ഇച്ചായ, എനിക്കറിയാം അങ്ങേര് ഇതുവരെ എഴുന്നേറ്റിട്ടില്ലാന്ന്. 5 മിനിറ്റ് ആ സമയം കൊടുക്കും. അയാളുടെ അടുത്ത് മര്യാദക്ക് എന്നെ വന്ന് ഇവിടുന്ന് പിക്ക് ചെയ്തോണ്ട് പോകാൻ പറഞ്ഞോണം. ഈ നാർക്ക് ഇത് വല്ലതും അറിയണോന്ന് നോക്കിയേ. ഇവ കുംഭകർണന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആണോ കർത്താവേ? കാണിച്ചു തരാടാ പന്നി നിനക്കെയാണെന്ന്. നേരം വെളുത്തപ്പോ ആ പെൺകൊച്ചിന്റെ വായിലിരിക്കുന്നത് മൊത്തം എന്നെ കേൾപ്പിച്ചിട്ട് നീ അങ്ങനെ കിടന്ന് ഉറങ്ങണ്ട. എഴുന്നേക്കട മാറി. ശിവനെ, എന്റെ നടു. പ്രായത്തിന് മൂത്തയാണെന്ന് ഞാൻ നോക്കിയാലേ എന്നെ തള്ളി തറയിലിട്ടിട്ട് അവിടെ നിന്ന് ആസ്വദിക്കുന്നാടോ. ഇതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ തരുന്നില്ല, ബിക്കോസ് ഞാൻ ലേറ്റ് ആവും. പിന്നെ നീ ഇനിയും ലേറ്റ് ആയ നിന്റെ അടിയന്തരം രവള് നടത്തും. എഴുതിട്ട് പോടാറക്കാ. ഏതവള്? വേറെ ആര്, നിന്റെ ചാൻസ് റാണി എന്നെ വീച്ചിട്ടുണ്ടായിരുന്നു. 5-10 മിനിറ്റിനുള്ളിൽ അവളെയും പിക്ക് ചെയ്ത് ഓഫീസിലെത്താൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. പോടാ, ചാവണ്ടാക്കി എഴുതിട്ട് പോടാ. ഓ, ഇതൊക്കെ നേരത്തെ പറയണ്ടേടോ. ലേറ്റ് ആയി എന്നറിയാം, എന്നാലും സ്വല്പം മ്യൂസിക് കേട്ട് പോവാം. പാമോളെ, പെട്ടെന്ന് കയറിക്കോ. ആദ്യമായിട്ട് ലേറ്റ് ആയില്ലല്ലോ. വേട്ടനോ? ഏത് വേട്ടൻ? നീ സംസാരിക്കാതെ വണ്ടി എടുത്തേ, ഇല്ലെങ്കിൽ ചിലപ്പോ ഞാൻ വേറെ എന്തേലുമൊക്കെ പറഞ്ഞു. വേണ്ട, വാ തുറക്കണ്ട. ഞാൻ എല്ലാം ഊഹിച്ചെടുത്തു. നമുക്ക് പോവാം. എല്ലാവർക്കും എന്തൊരാത്മാർത്ഥത. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് വയറ് തള്ളയ്ക്കും തന്തയ്ക്കും വിളിക്കാൻ തുടങ്ങി. ആരോട് പറയാൻ? അല്ല, എനിക്കിവിടെ ഒരു കിളി ഉണ്ടായിരുന്നല്ലേ, അതിനി അങ്ങോട്ട് പോയി.
കിളിയെ എവിടെ കാണുന്നില്ലല്ലോ. ആരുടെ പോയോ എന്തോ. എനിക്ക് വിശക്കുന്നു. അളിയ, അളിയോ, അളിയാ. എന്താടി കാര്യം പറ. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എനിക്ക് വിശക്കുന്ന അളിയാ, നമുക്ക് കഴിച്ചിട്ട് വന്നാലോ? എന്റെ പൊന്നളിയ, ഉള്ളത് പറയാലോ. കർത്താവാണ്, വിശന്നിട്ട് ഇരിക്കാൻ പാടില്ല. പക്ഷെ ആ കാലമാടം പറഞ്ഞേക്കുന്ന ഇത് ഇപ്പൊ തീർത്തു കൊടുക്കണോന്ന്. അയാടെ തേങ്ങ. നീ വന്നേ, ഇച്ചായനെയും കൂടെ വിളിക്കാം. ആ ഓക്കെ, നീ വിളിച്ചിട്ട് വാ. അല്ല, കിളി എവിടെ? അവനെ വിളിക്കുന്നില്ല? ആർക്കറിയാം, എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങിയിട്ട് വരട്ടെ. വിശപ്പിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, നോ കമ്മിറ്റ്മെന്റ്സ്. വാ 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 വാ. അതാണ്, അങ്ങനെ വേണം. കെവി, നമ്മുടെ പൂച്ചാണ്ടി എവിടെ പോയി? അവനെ ആ ഭാഗത്തും തൂക്കിയിട്ടുണ്ട്. ഇപ്പൊ വിടുവായിരിക്കും. ആരടി, കിളിയാണോ? അല്ലടി, ഇതേതോ ഞാനമ്പനാ. 2 ദിവസമായി തുടങ്ങിയിട്ട്. അതൊന്നും അല്ല, അതവളുടെ ഏതോ അവിഹിതം. അല്ല, അവിഹിതം എനിക്കല്ലാതെ എനിക്ക്. അത് ആ ചെല്ലയായിട്ട്. ആരും ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. അതെന്റെ കഴിവ്. ഓഹോ, അങ്ങനാണെങ്കിൽ നീ വല്ലാത്തൊരു കഴിവേറി തന്നെ. ബാല്യക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി. ബാല്യക്കാരി നിന്റെ മറ്റേവള്, ആ ചെല്ല. പാവം പിടിച്ച പെൺകുച്ചിനെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്ന നോക്ക് രണ്ടെണ്ണം കൂടെ. നിനക്ക് എന്താണ് അവള് പറഞ്ഞപ്പോ നോവുന്ന കാട്ടുവാസി? நீ எந்தோ விളിச்ச காட்டுவாசினா வேணா, நீ நாமம் போட வேணாம். உன் கூட வந்த சண்டை போட்டே வாழ்க்கை போகும் வீணா. ஹிட்லர் பேத்தியே காதல் ஒண்ணு யூதரில் கொள்ளாதே. லிங்கன் பேரரே தத்துவங்கள் பேசி பேசி கொள்ளாதே. காஷ்மீர் நான், நீ பாகிஸ்தான், தீராது ஜிஷும்டா. போட்டி போட்டா போட்டி போட்டா போட்டி போட்டா போட்டி போட்டா போடி போடா போடி போடா போடி. Oh Jesus, Kevin bro, Shilpa, what is this? മൂദേവിയെ കെട്ടിയെടുത്ത് ഇപ്പൊ തുടങ്ങും ഒരു പീജി. ഇത് പീച്ച വേണം. അതല്ല കെവി ബ്രോ. ഇവരെന്താ ഇങ്ങനെ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ കിടന്ന് അലയ്ക്കുന്നത്? ശില്പ, നിനക്ക് ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? ഈ അലവലാതിയെ ഞാൻ അതുണ്ടല്ലോ ചെല്ല, ഞങ്ങൾ പറഞ്ഞിട്ട് അവര് കേൾക്കുന്നില്ല. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയാണോ? ഓക്കെ, ഐ വിൽ ട്രൈ. ആദി, വാട്ട് ഈസ് ദിസ്? ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ? സോന, ഇതൊരു ക്യാൻറ്റീൻ അല്ലേ? ആരിത്? സ്റ്റെല്ല കൊച്ചോ? ക്യാൻറ്റീനും ഇതോ? ഇത് ഞങ്ങളുടെ തറവാടല്ലേ? ജോക്ക് ജോക്ക്. അല്ല, നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കിയത്? ഞങ്ങൾ തമ്മിൽ ചിലപ്പോ അടിക്കും, ചിലപ്പോ കൊന്നൊന്നും വരും. മൂന്നാമതൊരാള് ഞങ്ങൾക്കിടെ കയറണ്ട. കണ്ടില്ലേ അവരും മിണ്ടാതിരിക്കുന്നേ? കണ്ടോണം പൊക്കോണം. മോളെ സ്റ്റെല്ല, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും പറയാണ്. ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സോറി ആദി, സോറി സോന. ശില്പ, ഐ ആം റിയലി സോറി സ്റ്റെല്ല. തനിക്ക് നേരത്തെ ഊഹിച്ചുകൂടായിരുന്നോ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോഴെങ്കിലും? എന്താ നോക്കുന്നേ? ചോദിക്കടി അതാരാണെന്ന്. എന്റെ പൊന്നളിയ, നീ തന്നെ അതെടുത്ത് നോക്ക്. എനിക്കറിയില്ല ഈ വേട്ടാവളിയൻ ഏതാണെന്ന്. 2 ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇനി അതിനൊരു പ്രശ്നം വേണ്ട. നീ ആ ഫോണിങ് എടുത്തേ, ഞാൻ നോക്കട്ടെ. എന്റെ കർത്താവേ, ഇത് എന്നാ? ഇത് ചില്ലറ കോഴിയൊന്നും അല്ല. എന്താ അതിനകത്ത്? അവന്റെ മെസ്സേജ് കേൾക്കണോ? ബേബി, നീ എവിടാ? നീ എന്താ റിപ്ലൈ തരാത്തെ?
നോക്കി ദഹിപ്പിക്കുന്നേ? ഞാനല്ല, അവൻ അയച്ച മെസ്സേജാണ് ഇച്ചായ നീ വായിക്കുന്നത്. അല്ല, എന്നിട്ട് നീ അവന് റിപ്ലൈ ഒന്നും കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ടാവും, ഉറപ്പല്ലേ? ആ, ഇവള് തിരിച്ച് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ ആണ് കോമഡി. ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ വല്ല പഴയ കാമുകന്മാരും ആയിരിക്കും ഇത്. ഡയറക്ക മിണ്ടാതിരിയോട്ടെ, നീ വായിച്ചേ. ഇവള് ഹൂ ആർ യു എന്ന് ചോദിച്ചപ്പോ അവൻ പറയുക ഐ ആം യുവർ ഡെവിൾ. ഡെവിളോ? ഇതൊക്കെ ആരടാ? തമ്പുരാൻ അറിയാം ഇതൊക്കെ ആരാണെന്ന്. എന്തായാലും എന്റെ ആരും അല്ല അളിയാ. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ ചാൻസിറാണി. എന്തായാലും ഇത് നിന്നെ നന്നായിട്ട് അറിയാവുന്ന ആരം കണ്ടാണ്. ഇല്ലെങ്കിൽ നിനക്ക് തന്നെ കൃത്യമായി ഈ മെസ്സേജുകൾ വരുത്തില്ല. ആ അതെ, ഇവൻ കിളിയാണെങ്കിലും ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ടല്ലയാ. അതും അവൻ തന്നെയായിരിക്കും. അടുത്ത എന്താ പറയുന്നതെന്ന് നോക്കിയേ. അതെ, അവൻ തന്നെയാണ്. വേറൊന്നുമല്ല, നാളെ അവൻ ഈവനിങ് ഇവളെ കാണാൻ വരുന്നുണ്ടെന്ന്, അതും അവളുടെ ഫ്ലാറ്റിലേക്ക്. അളിയോ, ആളപ്പൊ ഇവിടെ ഉള്ള ആരോ ആണ്. ഐ തിങ്ക് സോ. ഈ പൊട്ടൻ പറഞ്ഞതുപോലെ നിന്നെ നന്നായിട്ട് അറിയാവുന്ന ആരോ. അതെ, എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റിലേക്ക് തന്നെ വരും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നന്നായി അറിയുന്ന ആരോ ആണ്. എനിക്ക് ഭ്രാന്തെടുക്കുക. ഇതിപ്പോ ഇനി ഏത് ശവമാണോ എന്തോ. ഇനി നമ്മുടെ ശാന്തപ്പനെ കാണും. അയാളോ? നീ ഇത്ര ഞെട്ടാൻ എന്തിരിക്കുന്നു? അയാളെന്താ അത്ര നല്ലവനാണോ? അളിയാ, അയാളാവാൻ ചാൻസ് ഉണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം ഞാൻ ഫയൽ കൊണ്ടു കൊടുക്കാൻ പോയപ്പോ എന്നോട് ചോദിച്ചായിരുന്നു എവിടാ താമസം എന്നൊക്കെ. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇതയാള് തന്നെടീ. കണ്ടോ കണ്ടോ, അവളടുത്ത് ആരെങ്കിലും എന്തേലും ചോദിക്കാൻ കാത്തിരിക്കുക, അവള് വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ. അനുഭവിച്ചോയിരുന്നു. ഇതെന്തു കൂത്ത്? പിന്നെ അങ്ങേര് എന്നോട് എവിടാ താമസം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അല്ല താമസം എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും അയാള് നാളെ ഫ്ലാറ്റിൽ വരാന്നല്ലേ പറഞ്ഞേക്കുന്നേ. നമുക്ക് നോക്കാം. നിങ്ങളും ഉണ്ടാവുമല്ലോ അവിടെ. ഇല്ലില്ല, ഞാൻ ഉണ്ടാവില്ല നാളെ. രാവിലെ അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അക്കുവിന്റെ ബ്രദർ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണം, പിന്നെ അക്കുവിന്റെ അടുത്ത് കൊണ്ടുപോകണം. മാത്രമല്ല അവൻ 2 ദിവസം ഞങ്ങളുടെ കൂടെ കാണുകയും ചെയ്യും. അതാണ് ഇത്ര വലിയ പ്രശ്നം. അതിന് നാളെ അക്കു നമ്മുടെ കൂടെ കാണുമല്ലോ. അത് ശരിയാണല്ലോ. അവള് നാളെ ഉച്ചയാകുമ്പോഴത്തേക്കിന് ഫ്ലാറ്റിൽ വരുവിച്ചായ. അവക്ക് സ്റ്റഡി ലീവ് തുടങ്ങാം. ഇനി ഒരാഴ്ച അവിടെ തന്നെ കാണും. എടോ, എന്നാ പിന്നെ ആ വരുന്നവനെയും കൊണ്ട് അങ്ങോട്ടങ്ങ് പോയാ പോരെ? ആ, അവളവിടെ ഉണ്ടാവുമെങ്കിൽ അത് തന്നെയാ നല്ലത്. അപ്പൊ ആ പ്രശ്നം സോൾവ്. അല്ല, നാളെ എത്ര മണിക്ക് അയച്ചായ ഫ്ലൈറ്റ്? 10 മണിക്ക്. എന്നാ പിന്നെ ഞങ്ങളും ഉണ്ട്. വെറുതെ വീട്ടിൽ ഇരിക്കല്ലേ. ഇവൻ ഇനി എന്തിനാണോ എന്തോ വിളിക്കുന്നത്. പറയടാ. നാളെയോ? എപ്പോ? ഞങ്ങളിവിടെ ഉണ്ടാവും. എവിടെ പോവാനാ? ആ, ഓക്കെ ഓക്കെ. എന്താ അറിയാ? അതവൻ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അവനിവിടെ MCSൽ വെച്ച് മാച്ച് നടക്കുന്നുണ്ട്. ആഹാ, വരട്ടെ. അയ്യോ വരണ്ട. അതെന്താടി? എടി, നീ എന്നെ കിളി കിളിന്ന് വിളിച്ച നിന്റെ കിളി എല്ലാം പോയോ? അതെന്താന്നൊന്ന് ഓർത്തു നോക്കിയേ. എന്റെ പൊന്നളിയ, നീ എല്ലാം മറന്നോ? എടി, അവനെ പേടിച്ചിട്ടല്ലേ ഇവിടെ അക്കുവിനെ അവിടുന്ന് നാട് കടത്തി ഇവിടെ കൊണ്ടുവന്നത്. നാളെയാണെങ്കിൽ അക്കു നമുക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അക്കു മാത്രമല്ല, അക്കുവിന്റെ ആങ്ങളെയും കാണും. അതിന്റെ കൂട്ടത്തിൽ ഇവനൂടെ വന്ന് കയറിയ അടിപൊളിയായിരിക്കും. കർത്താവേ, ഞാനത് മറന്നു. ഇനി അവനെ വിളിച്ചാൽ കിട്ടത്തുകൂടിയില്ല. എന്റെ യേശു, ഞാനിനി എന്നാ ചെയ്യും? അതായിരുന്നോ? ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരുന്നാ പോരെ? അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഉറപ്പാണേ? ആ, ഉറപ്പ്. ഉള്ള വർക്ക് തീർത്തിട്ട് എല്ലാം കൂടെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. ആദിയേ, അങ്ങോട്ട് നോക്കി, ആരാ വരുന്നേന്ന്?
ഇച്ചായ അങ്ങോട്ടൊന്ന് നോക്കിയേ, ദേ മുറ്റത്തൊരു മൈന. ഹലോ മിസ്റ്റർ കെവിൻ കെ കോശി, നൈസ് ടു മീറ്റ് യു. സർപ്രൈസ് ആയോ? പിന്നെ വല്ലാണ്ട് സർപ്രൈസ് ആയി പോയി. ഹാ, നീ എന്താ ബേബി ഇങ്ങനെ നോക്കുന്നേ? പോടെ പട്ടി. എടാ പൂച്ചാണ്ടി, സുഖല്ലേ? കോഴിത്തരത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റുമോ എന്റെ താറാവേ? ഇവനേതാ? എന്റെ അളിയ, ഇതാണ് സാക്ഷാൽ എബി സക്കറിയ, കെവിച്ചായന്റെ ബ്രദർ. ഇവനെന്തിനാ നിന്നെ ബേബിന്ന് വിളിക്കുന്നേ? ആ അതോ, ഇവൻ പണ്ടേ ഇങ്ങനെ അടി. അപ്പൊ ഇവനാണോ നിനക്ക് മെസ്സേജ് അയച്ചോണ്ടിരുന്നത്? ഓ, ഇവൻ തന്നെ. അതിപ്പോഴല്ലേ മനസ്സിലായത്? എന്താണ് രണ്ടാൾക്കും അവിടെ ഒരു രഹസ്യം പറച്ചില്? ഞങ്ങള് തമ്മിൽ പലതും പറയും, എല്ലാം നിന്റെ അടുത്ത് പറയണമെന്നുണ്ടോ? ഷേ, അതെന്താ ബേബി അങ്ങനൊരു ടോക്ക്? അവന്റെ ബേബി അളിയ, എനിക്ക് ഇവന്റെ സംസാരം തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കൂൾ കൂൾ. ദേ വീണ്ടും എന്നെ കുറിച്ചാണോ? അതെ, നിന്നെ കുറിച്ച് തന്നെയാ. നിന്നെ അവക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. ആഹാ, അതിന് ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങിയതല്ലേ ഉള്ളൂ. അതിനൊക്കെ ഇനിയും സമയമില്ലേ മിസ് സോന ഫ്രാൻസിസ്? എന്റെ പേരെങ്ങനെ അറിയാം? എന്താ, അതല്ലേ തന്റെ പേര്? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിന്റെ മറുപടി. ദാ, നിനക്കെങ്ങനെ അറിയാം ഇവളെ? എന്റെ കെവി, ദേ ഈ നിൽക്കുന്നവളെ അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും ഇവളെയും അറിയാം. കാരണം അവൾ ഒരു സോഷ്യൽ മീഡിയ ബട്ടർഫ്ലൈ ആണല്ലോ. രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ അവള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, വിത്ത് മെൻഷൻ. അപ്പൊ പിന്നെ ഇവിടെ അറിയാതിരിക്കുവോ? അളിയോ, സോറി, ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ചെറ്റ വന്നിറങ്ങിയപ്പോഴേ അവ എനിക്കിട്ടുണ്ടാക്കാൻ നിൽക്കുന്നു. മാറി കടി അങ്ങോട്ട്. ഹൈ സോന. ഹായ്. ഡോക്ടർ എബി സക്കറിയ. ഓ, ഡോക്ടറാണോ? യെസ് ഐ ആം. എവിടെ വർക്ക് ചെയ്യുന്നേ? ഇവിടെ തന്നെ, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. ഇവിടെയോ? ഇച്ചായ, ശരിക്കും? ആ, എടാ താറാവേ, ആർ യു സീരിയസ്? യെസ്, ടേക്കിംഗ് ചാർജ് ആസ് അനസ്തെറ്റിസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. എടാ, എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് വന്ന ഈ ഒരു ത്രില്ല് കിട്ടില്ലല്ലോ. നിന്റെ ഈ ക്ലീശ ഡയലോഗ് മാറ്റാറായില്ലേ ബിയെ? ഈ പെണ്ണും നാണം കെടുത്ത് കോപ്പ ഒന്നുമില്ല, ഫോൺ എടുക്ക്, അല്ലെങ്കിൽ അത് സൈലന്റിൽ പോയി. നിന്നോട് എത്ര വട്ടം പറഞ്ഞത് ഈ റിംഗ് ടോൺ മാറ്റാൻ? റിംഗ് ടോണിൽ തൊട്ട് കളിക്കരുത്, ഇതൊക്കെ ഒരു നെസ്റ്റ് ആണറിയാ. നീ ആ കോൾ എടുത്തേ. പറയടി ചേച്ചി, നിങ്ങൾ എവിടെയാ? ഞങ്ങളിതാ എയർപോർട്ടിൽ നിൽക്കുന്നു. എയർപോർട്ടിലോ? എവിടെ പോവാ? ഓ, ഞങ്ങൾ എവിടെയും പോവല്ല, എബിയെ പിക്ക് ചെയ്യാൻ വന്നതാ. എബി ചായനോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഒരു വലിയ കഥയാ മോളെ, വന്നിട്ട് പറഞ്ഞു തരാം. അല്ല, നീ ഇപ്പൊ എവിടാ? ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിന് വെളിയിലുണ്ട്.
നീ ഉച്ച കഴിഞ്ഞ് വരുമെന്നല്ലേ പറഞ്ഞത്? ആ ഞാൻ നേരത്തെ ഇങ്ങ് പോയിരുന്നു. ആ ലോക്കറിയാലോ, കേറിയിരിക്കി. ആ ഓക്കേ, പെട്ടെന്ന് വായേ. എല്ലാരും എളുപ്പമായോ? അക്കു അവിടെ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് പോ. എബിച്ച വന്നടി. പോ അവിടുന്ന്, ഞാൻ മിണ്ടൂല. എന്നോട് പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. ഹാ, പെണങ്ങല്ല പെണ്ണേ. ഇനി ചായൻ ഇവിടെ തന്നെ കാണും, എവിടെയും പോകുന്നില്ല. എടി അവിടാണ് ടെസ്റ്റ്. ഞങ്ങള് പോയത് അലക്സിയെ വിളിക്കാനാണ്. അലക്സി ചായനെയോ? നിന്റെ ഇച്ചായനെ തന്നെ. എന്നിട്ട് ആ ഇന്നലെ കെവിച്ചായനോട് ജോച്ചായൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് അലക്സി വരുന്നുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ വന്നത് ഈ തെണ്ടിയാണെന്നേ ഉള്ളൂ. എന്നിട്ട് കെവിച്ചായനും ആദ്യേട്ടനും എവിടെ? ആ അവരെ രണ്ടുപേരും കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് വല്ലതും ഞമ്മ പോകണ്ടേ? ചേച്ചു, ഐ ആം ഹിയർ. എത്തി എത്തി. അളിയ ദേ വരുന്നു നിന്റെ ബ്രോ. നീ എത്തിയോ? അതെ അതെ അതെ, ഞാൻ എത്തിയിരിക്കുന്നു. കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പം എടുക്കൂ. ആരാ? എബി. അയിന് ദാ അതെന്റെ ഇച്ചായനാ. നീ എന്താ ഇവിടെ? ചേച്ചു, ഇവരൊക്കെ എന്താ ഇവിടെ? സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളെ വിളിച്ചിട്ട് 2 ദിവസമായി. ഓഹോ, അപ്പൊ നിങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടല്ലേ? ചേച്ചു, ചേച്ചു, ഇയാൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇന്ന് വരുമെന്ന്? ഞാൻ പറഞ്ഞതാ. എന്തേ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കാൻ വേണ്ടിട്ട് വിളിച്ചു വരുത്തി. ചേച്ചു, ഇത്ര പേടിയാണെങ്കിൽ അവളോട് ബ്രേക്കപ്പ് പറയടാ. ഒരു കാമുകം വന്നേക്കുന്നു. ടിപ്പു ചേച്ചി, നിങ്ങള് ചേച്ചിയായി, അനിയനായി, നിങ്ങളുടെ പാടായി അല്ലേടാ എബിയെ? അതെ അതെ. എബി, ചേച്ചു, ഇവളുടെ ചായൻ അലക്സി അല്ലേ? പിന്നെ ഇത് ഏത് ചായൻ? ആ അതെയോ, അലക്സി എന്ന അവളുടെ ഇച്ചായന്റെ പേരല്ലേ? അതെ അതെ, അങ്ങനെ തന്നെയാ. എടാ മൊണ്ണെ, നിന്നോട് അവൻ വന്നപ്പോഴേ പറഞ്ഞല്ലേ അവന്റെ പേര് എബി എന്ന്. പിന്നെ അവൾ ഇച്ചായൻ എന്ന് പറഞ്ഞത് അത് കെവിയുടെ ബ്രദറാണ്. അപ്പൊ അവക്കും അത് ഇച്ചായനല്ലേ? അല്ല അക്കുവേ, നീ ഇവനെ കണ്ടിട്ടാണോ നിന്റെ തന്തയെ എതിർത്ത് നിന്നത്? പറ്റിപ്പോയി ഇച്ചായ, ഞാൻ അറിഞ്ഞോ ഇത്രയും പേടിത്തൊണ്ടനായിരിക്കുമെന്ന്. ഓ, അപ്പൊ എല്ലാരോടും എന്നെ പൊട്ടാനാക്കിയതാ അല്ലേ? അതിനി പ്രത്യേകിച്ച് ആക്കാൻ എന്തിരിക്കുന്നു? നീ അത് തെളിയിച്ചില്ലയോ? ഇപ്പൊ വന്നവന് വരെ മനസ്സിലായി നീ പൊട്ടനാണെന്ന്. ഏയ് സോന, ഐ വാസ് ജോക്കിംഗ്, ഡോണ്ട് ബി സീരിയസ് യാർ. ഏയ് നോനോ, ഞാൻ തന്നെ പറഞ്ഞതല്ല എബി. ഇവൻ പണ്ടേ ഇങ്ങനാണ്, ചിന്തിക്കാതെയാണ് ഇവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും അവൻ അത് മാറ്റില്ല. വിട്ടുകളേടോ, അവൻ ചെറിയ പയ്യനല്ലേ? അതെ അതെ, ചെറിയ പയ്യൻ തന്നെയാ. അതെ, ഞങ്ങളുടെ സ്വന്തം പോത്തമ്മ അല്ലേടാ. പോയി ഫ്രഷ് ആയിട്ട് വാ. എബി, താൻ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നോ? അയ്യോ ശരിയാ, നീ കഴിച്ചായിരുന്നോടാ? ഓ കഴിച്ചല്ലോ. അപ്പോ കുടിക്കാൻ എന്താ വേണ്ടേ? ടീ ഓർ കോഫി? ടീയും കോഫിയൊന്നും വേണ്ട, അത് നമുക്ക് സെറ്റ് ആവത്തില്ല. സംഭാരം കിട്ടുമോ? നല്ല കാന്താരിയും ചെറുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയൊക്കെ ചതച്ചിട്ടിട്ടുള്ള. ഹേയ് സോന, എന്തു പറ്റി? സംഭാരം കിട്ടുവോ? ഒന്നുമില്ല. സംഭാരം അടിക